നടിമാർക്ക് എന്നെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റും? ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് പറയാം. കാരണം ഞാൻ അഭിനയിക്കാൻ ഞാൻ വെറുതെയാണോ അല്ലെന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പലതും എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ നമ്മുടെ സ്വന്തം റിലീജിയനിൽപ്പെട്ട ആൾക്കാർ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ, അന്യമതത്തിൽപ്പെട്ട ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഒരു വേർതിരിവില്ലാതെ അനിയനെ പോലെ സ്നേഹിക്കുമ്പോഴേ നമ്മളിപ്പോ എവിടേക്കാണ് പോകുന്നത്? രാത്രി കുറച്ച് ഭക്ഷണം ഏത് ഹോട്ടലിൽ കഴിക്കാൻ പോണേ? ചെറിയ ഹോട്ടൽ. കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ നിലവിലുണ്ടല്ലോ. ആ ഹോട്ടലിലേക്ക് വെക്കണം. മൃണാൾസിന്റെ ഹംഗ്രി മൃണാൾ ഹോട്ടലിലേക്ക് പോകാൻ താല്പര്യമല്ലേ താങ്കൾക്ക്? ഞാൻ എപ്പോഴും പോകുന്ന ഹോട്ടലിൽ ഞാൻ പോകും. അല്ലാണ്ട് ഇന്നാളുടെ പ്രിഫറൻസ് ഒന്നും ഞാൻ നോക്കാറില്ല. ഈ ഹംഗ്രി മൃണാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹംഗ്രി മൃണാളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നെ കുറിച്ച് കേട്ടിട്ടില്ല. എന്നെ കുറിച്ച് തന്നെ കേൾക്കാറില്ല. പിന്നെയാണ് പറഞ്ഞത്. ഹംഗ്രി മൃണാൾ എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? അറിയില്ല. ബിസിനസ്സുകാരനാണെന്നറിയാം. എനിക്ക് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് അഭിപ്രായമില്ല. ചിലപ്പോ മൃണാളിന് താങ്കളെ അറിയണ്ടാവോ? ഞാൻ പറഞ്ഞ എനിക്ക് കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് തുറക്കുമ്പോ സ്കൂളിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. മൃണാളിന് താങ്കളെ അറിയണ്ടാവും. മൃണാള് ചില ഫോൺ നോക്കുമ്പോ അലൻ ജോസ് പേരെ അറിയണ്ടാവില്ലേ? മൃണാളിന് അറിയണ്ടാവും. ആരറിഞ്ഞാലും ഇല്ലെങ്കിൽ ഞാൻ പ്രൊമോഷൻ വീഡിയോസ് പേയ്മെന്റ് ചെയ്യാറ്. അതിപ്പോ മൃണാളിന് പേയ്മെന്റ് ഒക്കെ വാങ്ങിട്ട് പ്രൊമോഷൻ ചെയ്യാറുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എന്താ പേര് പറഞ്ഞത്? എവിടെയാണ് മൃണാള്? ആളെന്ന് നല്ല മനുഷ്യനാണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അദ്ദേഹത്തെ പറ്റി പേഴ്സണലി അറിയാൻ പാടില്ല. അതിനെപ്പറ്റി പലരും പലതും പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഇന്ന് മുടി കിട്ടി. അപ്പൊ ഇന്ന് മുടി കിട്ടിയാണോ? എന്താ കൃതാവ് എന്തെങ്ങനെ? അതൊക്കെ പുതിയ റീലിനൊക്കെ വേണ്ടി ചെയ്തേക്കുന്നത്. നമ്മള് റീൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് സാധാരണക്കാരൻ. നമ്മളെ എപ്പോഴും സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ചെയ്ത് ഓരോ ഓൺലൈൻ വീഡിയോകൾ ചെയ്യുന്ന കണ്ടന്റാണ്. അതിന്റെ കുറെയൊക്കെ ഭാഗമായും പലപ്പോഴും മാറി. നമ്മളിപ്പോ ഈ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ചെയ്യാൻ താല്പര്യം. ഈ സൂപ്പർ സ്റ്റാർ എന്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നത്? സാധാരണ ബെൻസ് അങ്ങനത്തെ വണ്ടിയിലല്ലേ സൂപ്പർ സ്റ്റാറുകൾ സഞ്ചരിക്കുന്നത്? ഇടക്കിടക്ക് ഇപ്പൊ ഈ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ എനിക്ക് 1000 രൂപ. 1000 രൂപ. 1000 രൂപ ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നത്. ഡെയിലി വരുമാനം 1000 ആണോ? അല്ലല്ല, ഡെയിലി വരുമാനം 6000 മുകളിലാണ്. 6000 രൂപക്ക് മുകളിൽ. 6000 രൂപക്ക് 1000 രൂപ ഓട്ടോറിക്ഷ ചെലവ്. ഭക്ഷണ ചെലവ് എത്ര? അപ്പോ ഇതുപോലെ ഇരിക്കും. ഭക്ഷണ ചെലവ് 2000-3000 വരും. പിന്നെ ഞാൻ ഇനിയിപ്പോ റിയൽ കല്യാണം കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിനൊരു ബാലൻസ് ഷെഡ്യൂളൊക്കെ ഉണ്ട്. അലൻ ജോസ് പെരേരയെ നമുക്ക് 6 പാക്ക് രൂപത്തിൽ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നല്ലൊരു ട്രെയിനർ കിട്ടിക്കഴിഞ്ഞാൽ അവര് പേയ്മെന്റ് മേടിക്കാണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അല്ലാണ്ട് പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ഈ എന്താ പറയാ ഈ ജിംനേഷ്യം പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം എന്നോട് പലരും വലിയ ജിമ്മിന്റെ ആൾക്കാരൊക്കെ 36,000 46,000 എന്നോട് ചോദിച്ചു. അങ്ങനെ താല്പര്യമില്ല. അല്ല, ട്രെയിനർക്ക് പൈസ കൊടുക്കണ്ട, ആള് ഫ്രീ ആയിട്ട് ചെയ്തു തരില്ലല്ലോ. അതല്ല, ഇപ്പൊ മറ്റേ ഞാൻ കൃത്യമായിട്ട് പറയണതല്ല, പൊങ്ങച്ചോട് പറയണല്ല. ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ പുള്ളി ഫേമസ് ആണ്. എങ്ങനെയാണ് ഫേമസ് ആയത്? 10 പടത്തിൽ നായകനാണ് ഉണ്ണിക്കണ്ണൻ. അല്ല എന്ന് ഞാൻ തന്നെ പറയും. പക്ഷെ പുള്ളിക്ക് ഫ്രീ ആയിട്ട്, പുള്ളിക്ക് വേറെ പറഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ പുള്ളിയുടെ ബിസിനസ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് പുള്ളിക്ക് ചെയ്തു. മനസ്സിലായി? പുള്ളിക്ക് അങ്ങോട്ട് കൊടുത്തു. 6 എണ്ണെ വിളിച്ചു അങ്ങോട്ട് കൊടുത്തു. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മനസ്സിലായി? എല്ലാ ഉണ്ണിക്കണ്ണൻ ഫേമസ് അല്ല. ഫേമസ് ആണ്, പക്ഷെ പുള്ളിക്ക് ഫ്രീ ആണ് ഈ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. ഫ്രീ ആയതുകൊണ്ടാണ് പുള്ളി ചെയ്തു. ഫ്രീ ആയതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എന്താ? ഫേമസ് ആയതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അത് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു പുള്ളി പറഞ്ഞത് പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആളോട് നമുക്കൊരു സംഭവം ചെയ്യണം, ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പുള്ളി പൈസ ചോദിച്ചതിനോട്. അതൊക്കെ വെറും ഒരു മര്യാദയില്ലായ്മ എന്ന് പറയാ പോലെ. ഞാൻ കുറെ ദിവസമായിട്ട് ആറാട്ടണ്ണൻ, അതാ സന്തോഷ് എന്ന വ്യക്തി പറയുന്നുണ്ട്, ഈ അലൻ ജോസ് പെരേരയുടെ വീഡിയോ കാണുന്ന ഒരു പൊട്ടന്മാരാണെന്ന് പറയുന്നുണ്ട്. അതിനോട് താങ്കൾ എന്താണ് പറയാനുള്ളത്? എന്താ പറയാന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വളരുന്നുണ്ട്. പക്ഷേ സന്തോഷ് വർക്കിക്കും എനിക്കും വിവോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഇവരെ പറ്റി മോശമാക്കി പറയാൻ ഒരുപാട് കൂട്ടുകാരന്മാർ തന്നെ മോശമാക്കി പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഒരു സമയത്ത് വരെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാര് പലരും മോശമായിട്ട് പറയുന്നു. ഞാൻ പേര് പറയണില്ല, പക്ഷെ ഇപ്പൊ ഞാൻ അറിയാലോ ഷോർട്ട് ഫിലിമിൽ എന്തോരം അഭിനയിക്കുന്നു. ഇപ്പോ നമ്മൾ പണ്ട് അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിലെ നായിക മാത്രം പൊട്ടിത്തെറിച്ചു. വേറൊരു ഷോർട്ട് ഫിലിം നടിക്ക് എനിക്കെതിരെ എന്റെ കൂടെ അഭിനയിച്ച നടിമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ പറ്റി മോശമായിട്ട് നടിമാർക്ക് എന്നെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റും? ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും, എനിക്ക് പറയാം. കാരണം ഞാൻ അഭിനയിക്കാൻ അവരെ പറഞ്ഞു വിടുക, അല്ലാണ്ട് അവരുടെ നമ്പർ മേടിക്കാനോ നിൽക്കാറില്ല. ചില ആൾക്കാർ പറയും ഞാൻ നമ്പർ ചോദിക്കും, നമ്പർ കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അതിനോട് പറയാനുള്ളത്, നമ്പർ എന്ന് പറഞ്ഞ പരിപാടികൾ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് അല്ലാണ്ട് തന്നെ പേഴ്സണൽ മെസ്സേജിൽ ഒരുപാട് നമ്പേഴ്സ് വരുന്നുണ്ട്, മനസ്സിലായോ? ഫെയിം ആയതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊക്കെ ഓൺലൈൻ മീഡിയക്ക് വേണ്ടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ അല്ലെന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പലതും എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷെ ഈ ആൾക്കാർ എന്നെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ആണുങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ആണുങ്ങളെ കൂട്ടുകൂടുന്ന ആളല്ല. അല്ല, ഞാൻ പണ്ട് മുതൽ പെണ്ണുങ്ങളായിട്ട് ഭയങ്കര അഡിക്റ്റായിരുന്നു. ഒന്നാം ക്ലാസ് പഠിക്കുന്ന മുതൽ 10ാം ക്ലാസ് പഠിക്കുന്നവരെ ഞാൻ പെൺപിള്ളേരോട് കൂട്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് എന്റെ സ്വന്തം മതം തന്നെ, ക്രിസ്ത്യാനികൾ തന്നെ എന്നെ അപമാനിക്കുകയുണ്ടായി. ക്രിസ്ത്യൻ സഭ കുറച്ച് വിശ്വാസികൾ നമ്മളെ കാണുമ്പോ ഒരു എന്താ പറയാ, ഒരു വെറുപ്പ്, ദേഷ്യം, അങ്ങനത്തെ സംഭവം. ഈ വലിയ ഞാൻ ഈ മതഭ്രാന്തനൊന്നും അല്ല. പക്ഷെ എന്തുകൊണ്ടോ ഹിന്ദു മതം, മുസ്ലിം മതം ഉള്ള ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ചോദ്യം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, ആംഗ്ലോ ഇന്ത്യനാണ്. പക്ഷെ അവര് നമ്മളെ എല്ലാ ആൾക്കാരും ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻസ് ആണെങ്കിലും ഇപ്പൊ എന്റെ പ്രായപ്പെട്ട ആൾക്കാർ മുതൽ പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരിൽ ക്രിസ്ത്യാനിറ്റി ഉള്ള ആൾക്കാർ കുറച്ചുപേര് നമ്മളെ അകറ്റി നിർത്തുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, മനസ്സിലായ? പക്ഷെ ഞാൻ എല്ലാ മതങ്ങളെയും വിശ്വസിക്കുന്ന ആളാണ്. ഒരു മതത്തിനെ അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിൽപ്പെട്ട വിശ്വാസികളും മുസ്ലിം മതത്തിൽപ്പെട്ട വിശ്വാസികളും എന്നെ ബഹുമാനിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം വരുന്നുണ്ട്. കാരണം നമ്മുടെ സ്വന്തം റിലീജിയനിൽപ്പെട്ട ആൾക്കാർ നമ്മളെ അകറ്റി നിർത്തുമ്പോൾ, അന്യമതത്തിൽപ്പെട്ട ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഒരു വേർതിരിവില്ലാതെ അനിയനെ പോലെ സ്നേഹിക്കുമ്പോഴേ. അലൻ ജോസ് പെരേരയുടെ ഫസ്റ്റ് ലവ് എത്രാം ക്ലാസ്സിലായിരുന്നു? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. മേഹ എന്ന പേര്. അത് ഓപ്പണായിട്ട് പറയുന്ന പ്രശ്നമില്ല. ഇതുവരെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള തന്നെ ഇപ്പോഴും ചെറിയ ലവ് ഉണ്ട്. അവർക്ക് ഇങ്ങോട്ടുണ്ടായാൽ എനിക്കും അങ്ങോട്ടും ഉണ്ടാവില്ലാണ്ട്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കും നമ്മുടെ ഒരു പെണ്ണിന്റെ ഹൃദയവും മനസ്സും നമുക്ക് മേടിക്കാൻ പറ്റില്ല, മനസ്സിലായ? ഒരു ദിവസം ജീവിക്കുന്നതല്ലോ. ഒരു ദിവസം ജീവിക്കുകയാണെങ്കിൽ എന്തോരം പേര് വരും. പക്ഷേ ലൈഫ് ടൈം ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ്സ് ആണ്, മനസ്സിലായ? ഒരു ആണും പെണ്ണും ഒത്ത് ചേരുന്നത് അതൊരു കല്യാണം എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, ഒരു ദിവ്യമായിട്ടുള്ള കാര്യമാണ് ശരിക്കും. അലൻ ജോസ് പെരേര ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഒരു ദിവസം ഞാൻ സിനിമ കാണും, പിന്നെ സീരിയൽ കാണും, പിന്നെ പരിപാടികളൊക്കെ പ്രോഗ്രാമിന് പോകും. ഇന്ന് വരുമ്പോ കുറെ ആയിട്ട് അലൻ ജോസ് പെരേരക്ക് പ്രോഗ്രാം ഇല്ല, കല്യാണം ഇല്ല, ഇനാഗുറേഷൻ ഇല്ല, ബർത്ത്ഡേ വിഷസ് പോലും ഇല്ല. എല്ലാം ഉണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലെന്ന് മാത്രം. കാരണം ചില ആൾക്കാർക്ക് വീഡിയോ പബ്ലിസിറ്റി വേണ്ട, അല്ലെങ്കിൽ വീഡിയോ റീച്ച് ആവുന്നില്ല ചിലത്. അത്രേ ഉള്ളൂ. കല്യാണം പബ്ലിസിറ്റി വെറുതെ ഇതാവുന്നില്ല. മലപ്പുറത്ത് അലൻ ജോസ് പെരേര പുറത്താക്കി എന്ന് പറയണ്ട കല്യാണത്തിൽ നിന്ന്. അല്ല, മലപ്പുറത്ത് അത് ചില വേഷങ്ങളിടുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് ചില ആൾക്കാരും മലപ്പുറം പണി തരാൻ വേണ്ടിയാണ് ഈ മതത്തെ പറ്റി നമ്മൾ ഇതാക്കുന്നത്. കാരണം മുസ്ലിംസിന്റെ ആചാര വസ്ത്രമായിട്ടുള്ള എന്താ പറയാ, ഷെയ്ഖിന്റെ വസ്ത്രം എന്നെ കൊണ്ട് ധരിപ്പിക്കുക, എന്നിട്ട് കളിയാക്കുക. അപ്പൊ ഇപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഷെർവാണിയും കുർത്തയും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് മതത്തിനെ പറയുമ്പോൾ കുറച്ച് പേടിയാണ്. കാരണം നമ്മളൊരു ക്രിസ്ത്യാനിയായതുകൊണ്ട് നമ്മൾ മറ്റുള്ള റിലീജിയൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുകയും
പക്ഷെ എന്നാലും നമ്മൾ എല്ലാ മതത്തും ഒരേപോലെ കാണുന്നത്. പക്ഷെ കൂടുതലും നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അറിയാത്ത മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ ഒരു കല്യാണം വരുമ്പോൾ ഈ മതത്തിന്റെ ആൾക്കാർ നമ്മളെ സമ്മതിക്കത്തില്ല. അത് മാത്രമേ വിഷമമുള്ളൂ.